നമസ്കാരം, ഗുഡ്നസ് ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വയനാട് പുനരധിവാസം അടിയന്തര ഉപയോഗത്തിനായി 120 കോടി രൂപ അനുവദിച്ച് കേന്ദ്രം. ഒരു സീറ്റിൽ മാത്രമേ മത്സരിക്കൂ, ഡൽഹിയിൽ പോരാട്ടം ബിജെപിയുമായിട്ടെന്ന് കേജ്രിവാൾ. ബോബി ചെമ്മണ്ണൂർ ജയിലിൽ തുടരും, ജാമ്യ ഹർജി പരിഗണിക്കുന്നത് ചൊവ്വാഴ്ചത്തേക്ക് മാറ്റി. മല്ലു ഹിന്ദു വാട്സ്ആപ്പ് ഗ്രൂപ്പ് വിവാദം, സസ്പെൻഷനിലായിരുന്ന കെ ഗോപാലകൃഷ്ണൻ IAS സർവീസിലേക്ക് തിരിച്ചെടുത്തു. ജനങ്ങൾ കടന്നുപോകുന്നത് പേടി സ്വപ്നത്തിലൂടെ, ലോസ് ആഞ്ചലസിലെ കാട്ടുതീ ദുരന്തത്തിൽ പ്രതികരിച്ച ജോ ബൈഡൻ. വാർത്തകൾ വിശദമായി. വയനാട് ചൂരൽമല മുണ്ടക്കൈ പുനരധിവാസവുമായി ബന്ധപ്പെട്ട അടിയന്തര ഉപയോഗത്തിനായി 120 കോടി രൂപ കേന്ദ്ര സർക്കാർ അനുവദിച്ചു. കേന്ദ്ര സംസ്ഥാന ദുരന്ത പ്രതികരണ ഫണ്ടിലെ വ്യവസ്ഥകളിൽ ഇളവ് നൽകിക്കൊണ്ടാണ് ഇതെന്ന് ഹൈക്കോടതിയിൽ കേന്ദ്രം വ്യക്തമാക്കി. മുൻപ് വ്യോമസേന നടത്തിയ എയർലിഫ്റ്റുമായി ബന്ധപ്പെട്ട് കുടിശ്ശിക അടയ്ക്കാൻ കേന്ദ്രം ആവശ്യപ്പെട്ടപ്പോൾ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സാവകാശം അനുവദിക്കുന്ന കാര്യം പരിഗണിക്കണമെന്ന് വയനാട് ദുരന്തം പരിഗണിക്കുന്ന ജസ്റ്റിസ് AK ജയശങ്കരൻ നമ്പ്യാർ, S ഈശ്വരൻ എന്നിവരുടെ പ്രത്യേക ബെഞ്ച് നിർദ്ദേശിച്ചിരുന്നു. ഇതിനുള്ള മറുപടിയായാണ് കേന്ദ്രം പ്രതികരണം അറിയിച്ചത്. ഈ പണം ഉപയോഗിക്കാൻ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്ക് ചട്ടം 20 അനുസരിച്ച് അധികാരമുണ്ടെന്നും ഇത് സംബന്ധിച്ച് സംസ്ഥാന സർക്കാരിനെ ഈ മാസം 2-ന് കത്ത് നൽകിയിട്ടുണ്ടെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. 2016-17 എയർലിഫ്റ്റിന്റെ കുടിശ്ശികയ്ക്കായി 2024 ഒക്ടോബറിൽ കേന്ദ്രം റിമൈൻഡർ അയച്ചത് കഴിഞ്ഞ ദിവസം കോടതി ചോദ്യം ചെയ്തിരുന്നു. 2016 മുതൽ എയർലിഫ്റ്റ് ഇനത്തിൽ 132.61 കോടി രൂപയാണ് കുടിശ്ശികയായുള്ളത്. 2021 മെയ് വരെയുള്ള കുടിശ്ശിക ഒഴിവാക്കിയാൽ 120 കോടി രൂപ ലഭ്യമാകുമെന്നും ഇതുവഴി 181 കോടിയോളം രൂപ ചൂരൽമല മുണ്ടക്കൈ ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനായുള്ള അടിയന്തര ആവശ്യങ്ങൾക്കായി വിനിയോഗിക്കാനാകുമെന്നും സർക്കാർ അറിയിച്ചതോടെയാണ് ഇക്കാര്യം പരിഗണിക്കാൻ ഹൈക്കോടതി കേന്ദ്രത്തോട് നിർദ്ദേശിച്ചത്. തുടർന്നാണ് ഇക്കാര്യം അനുവദിച്ചുകൊണ്ട് കേന്ദ്രം കത്തയച്ചത്. ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ അതിതീവ്ര ദുരന്തമായി കേന്ദ്രം അംഗീകരിച്ച സാഹചര്യത്തിൽ വിവിധ മേഖലകളിൽ നിന്നുള്ള ധനസഹായം തേടാൻ സാധിക്കുമെന്ന് സംസ്ഥാന സർക്കാർ ഇന്ന് ഹൈക്കോടതിയിൽ അറിയിച്ചു. MP-മാരുടെ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് വർഷം 1 കോടി രൂപ വീതം ഇത്തരത്തിൽ നൽകാൻ കഴിയും. മുഖ്യമന്ത്രി എല്ലാ MP-മാരോടും ഇക്കാര്യം അഭ്യർത്ഥിച്ചിട്ടുണ്ടെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി കോടതിയിൽ അറിയിച്ചു. വയനാട്ടിലെ പുനരധിവാസ പ്രവർത്തനങ്ങളുടെ പുരോഗതി സംബന്ധിച്ചിട്ടുള്ള റിപ്പോർട്ടും കോടതിയിൽ നൽകിയിട്ടുണ്ട്. UGC കരട് ചട്ടങ്ങൾക്കെതിരെയും മുൻ ഗവർണർക്കെതിരെയും വിമർശനവുമായി രംഗത്തെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയന് മറുപടിയുമായി കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ചുമതല ഗവർണർക്കാണെന്നും ഇതിൽ രണ്ടഭിപ്രായത്തിന്റെ കാര്യമില്ലെന്നും അർലേക്കർ പറഞ്ഞു. And even our courts, judiciary has also clarified that the governor has to do all these things. There is nothing, no two ways or two opinions about that. Because our constitution and everything has entrusted higher education in the hands of the governor in the state. So they are doing their job. And if there is some misunderstanding with somebody, that also can be clarified. उसके लिए कोई ज़्यादा करने की आवश्यकता है नहीं. I am very much hopeful that everybody will understand the position, and in the interest of the people of Kerala, we all will work together to get better things. കോടതികൾ തന്നെ ഇത് വ്യക്തമാക്കിയതാണ്. അതിനാൽ വിഷയത്തിൽ തെറ്റിദ്ധാരണകളുണ്ടെങ്കിൽ അവ പരിഹരിക്കാവുന്നതേയുള്ളൂ. ഇതിൽ 2 വഴികളില്ല. കേരളത്തിലെ ജനങ്ങളുടെ നല്ലതിനു വേണ്ടി ഒന്നിച്ച് പ്രവർത്തിക്കും. സർക്കാരുമായി ഒന്നിച്ച് ഇക്കാര്യത്തിൽ പ്രവർത്തിക്കും. മുൻ ഗവർണർ അദ്ദേഹത്തിന്റെ ചുമതല ഭംഗിയാക്കി. കേരളത്തിലെ സർക്കാരും ജനങ്ങളും മികച്ചതാണെന്നും അർലേക്കർ പറഞ്ഞു. സർവകലാശാലകൾ ഭരിക്കേണ്ടത് അക്കാദമിക് നിലവാരം ഉള്ളവരാണെന്നും UGCയുടെ പുതിയ നീക്കം അംഗീകരിക്കില്ലെന്നുമായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിമർശനം. ഭരണം സ്തംഭിക്കാനായിരുന്നു പഴയ ഗവർണർ ശ്രമിച്ചത്. നാടിനെ നിരക്കാത്ത രീതിയിലായിരുന്നു മുൻ ഗവർണറുടെ പ്രവർത്തനം. രാഷ്ട്രീയ ലക്ഷ്യത്തോടെയായിരുന്നു നീക്കങ്ങൾ. സംസ്ഥാനം തൊഴിലാളികൾക്ക് അനുകൂലമാണെന്നും ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ധാരാളം ആളുകൾ ജോലി തേടി ഇവിടെ എത്തുന്നുവെന്നും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ച മുന്നേറ്റമാണെന്നും പിണറായി വിജയൻ പറഞ്ഞു. വീട് വെക്കുന്നതിന് വേണ്ടി ഭൂമി തരം മാറ്റാനായുള്ള അപേക്ഷകളിൽ അതിവേഗം തീരുമാനമുണ്ടാകുമെന്നും നിയമപരമായ തടസ്സങ്ങളുണ്ടെങ്കിൽ അപേക്ഷകരെ അറിയിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. വന്യമൃഗങ്ങൾ ജനജീവിതത്തിനും കർഷകർക്കും വ്യാപകമായി ആപത്ത് ഉണ്ടാക്കുന്നുണ്ട്.
ഇത് നിയന്ത്രിക്കാനുള്ള നടപടികളുണ്ടാവണം. സർക്കാർ ഓഫീസുകൾക്ക് നേരെയുള്ള ആക്രമണവും ജീവനക്കാരെ അപകടപ്പെടുത്തുന്നതും ഗുരുതര വിഷയമാണ്. ഇതിൽ ശക്തമായ നടപടികൾ തുടർന്നും സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. മലയാളത്തിന്റെ പ്രിയ ഗായകൻ പി ജയചന്ദ്രന്റെ മരണത്തിൽ അനുശോചനം അറിയിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വ്യത്യസ്ത വികാരങ്ങളെ പ്രതിഫലിപ്പിക്കുവാൻ സാധിക്കുന്ന ഐതിഹാസിക ശബ്ദം കൊണ്ട് അനുഗ്രഹീതനായ കലാകാരനായിരുന്നു പി ജയചന്ദ്രൻ എന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. വിവിധ ഭാഷകളിലായി അദ്ദേഹം പാടിയ പാട്ടുകൾ വരും തലമുറകളുടെ പോലും ഹൃദയങ്ങളെ സ്പർശിക്കുന്നതാണ്. ജയചന്ദ്രന്റെ വിയോഗത്തിൽ എന്റെ ദുഃഖം രേഖപ്പെടുത്തുന്നതിനൊപ്പം കുടുംബത്തിന്റെയും ആരാധകരുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്നും പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു. 5 പതിറ്റാണ്ടിനിടെ 16,000-ഓളം ലളിതസുന്ദര ഗാനങ്ങൾ പാടിത്തീർത്താണ് അദ്ദേഹം വിട പറഞ്ഞത്. മികച്ച ഗായകനുള്ള സംസ്ഥാന പുരസ്കാരം 5 തവണയും ദേശീയ പുരസ്കാരം 1 തവണയും അദ്ദേഹത്തെ തേടിയെത്തി. തമിഴിൽ കിഴക്ക് ചീമയിലെ എന്ന സിനിമയിലെ കാത്തോളം കാട്ടുവഴി ഗാനത്തിന് 1994 മികച്ച ഗായകനുള്ള അവാർഡ് ലഭിച്ചു. രാസാത്തി ഉന്നെ കാണാതെ നെഞ്ചം എന്ന ഒറ്റ ഗാനത്തിലൂടെ തമിഴകവും കീഴടക്കിയ ജയചന്ദ്രനോളം തമിഴിൽ ശോഭിച്ച മറ്റൊരു മലയാളി ഗായകനുമുണ്ടാകില്ല. മലയാളത്തിനും തമിഴിനും പുറമെ തെലുങ്കിലും കന്നഡത്തിലും ഹിന്ദിയിലും ആ സ്വരം ഭാഷാതിർത്തികൾ ലംഘിച്ച് ആരാധകരെ സൃഷ്ടിച്ചു. 1944 മാർച്ച് 3 എറണാകുളം ജില്ലയിലെ രവിപുരത്തായിരുന്നു രവിവർമ്മ കൊച്ചനിയൻ തമ്പുരന്റെയും പാലിയത്ത് സുഭദ്ര കുഞ്ഞമ്മയുടെയും 5 മക്കളിൽ മൂന്നാമനായി ജയചന്ദ്രന്റെ ജനനം. 1958 സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ യേശുദാസ് ശാസ്ത്രീയ സംഗീതത്തിൽ 1ാം സ്ഥാനം നേടിയപ്പോൾ ജയചന്ദ്രനെ മൃദംഗത്തിലായിരുന്നു 1ാം സ്ഥാനം. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ നിന്ന് സുവോളജിയിൽ ബിരുദം നേടി. 1966 ചൈനയിൽ പ്യാരി കമ്പനിയിൽ കെമിസ്റ്റായി. അതേ വർഷം കുഞ്ഞാലി മരക്കാർ എന്ന ചിത്രത്തിനു വേണ്ടി പി ഭാസ്കരൻ ചിദംബരനാഥ് ടീമിന്റെ ഗാനമാണ് ആദ്യമായി പാടിയതെങ്കിലും കളിത്തോഴനിലെ മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി എന്ന ഗാനമായിരുന്നു ആദ്യം പുറത്തു വന്നത്. ആ ഒരൊറ്റ ഗാനത്തോടെ ജയചന്ദ്രനെ പിന്തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. ഹൃദയഹാരിയായ നിരവധി ഗാനങ്ങളിലൂടെ സംഗീത ആസ്വാദകരുടെ മനസ്സുകളിൽ കുടിയേറിയ ജയചന്ദ്രനെ മലയാളികൾ ഭാവഗായകനായി ഹൃദയത്തിൽ ഏറ്റെടുക്കുകയും ചെയ്തു. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ വ്യാഴാഴ്ച രാത്രി 7:45 അന്ത്യം. അർബുദ രോഗബാധിതനായി ഏറെ നാളായി ചികിത്സയിലായിരുന്നു. വ്യാഴാഴ്ച വൈകിട്ട് വീട്ടിൽ വെച്ച് ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. സംസ്കാരം ശനിയാഴ്ച വൈകിട്ട് 3:30 ചേതമംഗലം പാലിയത്ത് വീട്ടിൽ നടക്കും. പരാജയ ഭീതി മൂലം 2 സീറ്റിൽ മത്സരിക്കുവാൻ ഒരുങ്ങുന്നുവെന്ന BJP ആരോപണത്തിന് പിന്നാലെ മറുപടിയുമായി കേജ്രിവാൾ. 1 സീറ്റിൽ മാത്രമേ മത്സരിക്കുകയുള്ളൂവെന്നും അത് ഡൽഹി സീറ്റ് ആയിരിക്കുമെന്നും കേജ്രിവാൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായിട്ടല്ല മത്സരിക്കുന്നതെന്നും ഡൽഹിയിൽ AAPയും BJPയുമായിട്ടായിരിക്കും പോരാട്ടമെന്നും കേജ്രിവാൾ കൂട്ടിച്ചേർത്തു. 2013 മുതൽ ഡൽഹിയെ പ്രതിനിധീകരിക്കുന്ന അരവിന്ദ് കെജ്രിവാൾ ഇത്തവണ 2 മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കളെയാണ് നേരിടേണ്ടത്. BJP മുൻ മുഖ്യമന്ത്രി സാഹിബ് സിംഗ് വർമ്മയുടെ മകൻ പർവേഷ് വർമ്മയെ മത്സരത്തിനിറക്കുമ്പോൾ കോൺഗ്രസ് ഷീല ദീക്ഷിതിന്റെ മകൻ സന്ദീപ് ദീക്ഷിതിനെയാണ് രംഗത്തിറക്കുന്നത്. BJP IT സെൽ തലവനായ അമിത് മാളവ്യയായിരുന്നു എക്സ്പോസ്റ്റിലൂടെ കെജ്രിവാൾ പരാജയം ഭയക്കുന്നുവെന്നും 1-ലധികം സീറ്റിൽ മത്സരിക്കാനുള്ള നീക്കം നടത്തുന്നുവെന്നും വ്യക്തമാക്കിയത്. പരാജയ ഭീതിയെ തുടർന്ന് കെജ്രിവാൾ വോട്ടേഴ്സ് ലിസ്റ്റ് അടക്കമുള്ളവ സംബന്ധിച്ച് അസംബന്ധമായ ആരോപണം ഉന്നയിക്കുകയാണെന്നും മാളവ്യ പറഞ്ഞിരുന്നു. ഇതിന് മറുപടി പറയുകയായിരുന്നു കെജ്രിവാൾ. BJPയുടെ നേതൃത്വത്തിൽ ഡൽഹിയിലെ വിവിധ മണ്ഡലങ്ങളിൽ നിന്ന് ആം ആദ്മി വോട്ടർമാരുടെ പേരുകൾ കൂട്ടത്തോടെ നീക്കം ചെയ്യാൻ ശ്രമം നടക്കുന്നുവെന്ന് കെജ്രിവാൾ പറഞ്ഞിരുന്നു. തെരഞ്ഞെടുപ്പിൽ AAPയെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ച ഇന്ത്യ സഖ്യത്തിലെ സമാജ്വാദ് പാർട്ടി, തൃണമൂൽ കോൺഗ്രസ്, ശിവസേന എന്നിവരോട് നന്ദി പറയുന്നതായും കെജ്രിവാൾ പറഞ്ഞു. അതിനിടെ കഴിഞ്ഞ ദിവസമാണ് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വ്യാജ വോട്ടുകൾ ചേർക്കാൻ BJPയുടെ 7 MPമാർക്ക് പാർട്ടി നിർദ്ദേശം നൽകിയെന്ന് അരവിന്ദ് കെജ്രിവാൾ ആരോപിച്ചത്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി അതിഷി സിംഗ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ കാണുമെന്നും അദ്ദേഹം ബുധനാഴ്ച എക്സിൽ കുറിച്ചിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ ഡൽഹിയിൽ AAP BJP രാഷ്ട്രീയ ഏറ്റുമുട്ടൽ രൂക്ഷമായിരിക്കുകയാണ്. BJPക്കെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് കെജ്രിവാൾ കഴിഞ്ഞ ദിവസങ്ങളിലും ഉയർത്തിയത്. അടുത്ത ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ആം ആദ്മി പാർട്ടി നേതാവ് മനീഷ് സിസോദിയയുടെ വീട്ടിൽ CBI റെയ്ഡ് നടത്തുമെന്ന് കഴിഞ്ഞ ദിവസം കെജ്രിവാൾ ആരോപിച്ചിരുന്നു.
മതാടിസ്ഥാനത്തിൽ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയ സംഭവത്തിൽ സസ്പെൻഷനിലായിരുന്ന IAS ഉദ്യോഗസ്ഥൻ കെ ഗോപാലകൃഷ്ണനെ സർക്കാർ സർവീസിലേക്ക് തിരിച്ചെടുത്തു. റിവ്യൂ കമ്മിറ്റിയുടെ ശുപാർശയിലാണ് സസ്പെൻഷൻ പിൻവലിച്ചത്. വകുപ്പ് തല അന്വേഷണത്തിൽ ഗോപാലകൃഷ്ണനെതിരെ കുറ്റം തെളിയിക്കുവാൻ ആയിട്ടില്ലെന്നാണ് കണ്ടെത്തൽ. ചീഫ് സെക്രട്ടറി അധ്യക്ഷയായ അവലോകന സമിതിയുടെ ശുപാർശ അനുസരിച്ചാണ് നടപടി. ഗോപാലകൃഷ്ണന്റെ വിശദീകരണം അച്ചടക്ക പുനഃപരിശോധന സമിതി അംഗീകരിച്ചു. സസ്പെൻഷൻ തുടരേണ്ടതില്ലെന്ന് കമ്മിറ്റി ശുപാർശ ചെയ്തു. കെ ഗോപാലകൃഷ്ണനെ പുതിയ ചുമതല നൽകും. അതേസമയം ഗോപാലകൃഷ്ണനൊപ്പം സസ്പെൻഡ് ചെയ്യപ്പെട്ട കൃഷി വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി N പ്രശാന്ത് IASന്റെ സസ്പെൻഷൻ സർക്കാർ നീട്ടി. സസ്പെൻഷൻ 120 ദിവസത്തേക്ക് കൂടി നീട്ടിക്കൊണ്ടുള്ള സർക്കാർ ഉത്തരവിറങ്ങി. ഭരണ സംവിധാനത്തിന്റെ പ്രതിച്ഛായ മോശമാക്കി, മേലുദ്യോഗസ്ഥനെതിരെ അധിക്ഷേപകരമായ പരാമർശങ്ങൾ നടത്തി തുടങ്ങിയവയാണ് കുറ്റങ്ങൾ. കുറ്റാരോപണ മെമ്മോയ്ക്ക് പ്രശാന്ത് ഇതുവരെ മറുപടി നൽകിയിരുന്നില്ല. സാമൂഹിക മാധ്യമക്കുറിപ്പിലൂടെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ A ജയതിലകിനെ നിരന്തരം അവഹേളിച്ചതാണ് N പ്രശാന്തിന്റെ സസ്പെൻഷനിലേക്ക് നയിച്ചത്. പട്ടികജാതി വർഗ വിഭാഗങ്ങൾക്കുള്ള ക്ഷേമത്തിനും പദ്ധതി നിർവഹണത്തിനുമുള്ള ഉന്നതിയുടെ ഫയലുകൾ കാണാനില്ലെന്നും സ്പെഷ്യൽ സെക്രട്ടറിയായിരുന്ന പ്രശാന്ത് വ്യാജ ഹാജർ രേഖപ്പെടുത്തിയെന്നും ചൂണ്ടിക്കാട്ടി ജയതിലക് സർക്കാരിന് റിപ്പോർട്ട് നൽകിയിരുന്നു. ഇത് പുറത്തു വന്നതോടെയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ എല്ലാ സർവീസ് ചട്ടങ്ങളും ലംഘിച്ച് ജയതിലകിനെ പ്രശാന്ത് അധിക്ഷേപിക്കാൻ തുടങ്ങിയത്. മതത്തിന്റെ പേരിൽ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയതായിരുന്നു ഗോപാലകൃഷ്ണൻ നേരിട്ട ആരോപണം. മല്ലു ഹിന്ദു ഓഫീസേഴ്സ്, മല്ലു മുസ്ലിം ഓഫീസേഴ്സ് എന്നീ പേരുകളിലുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളാണ് വിവാദമായത്. ഇതോടെ തന്റെ ഫോൺ ഹാക്ക് ചെയ്ത് 11 ഗ്രൂപ്പുകൾ തുടങ്ങിയെന്ന പരാതിയുമായി ഗോപാലകൃഷ്ണൻ പോലീസിനെ സമീപിക്കുകയായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ വിശദീകരണം സർക്കാർ ആദ്യം അംഗീകരിച്ചിരുന്നില്ല. ഗോപാലകൃഷ്ണന്റെ ഫോണോ വാട്സപ്പോ ഹാക്ക് ചെയ്തിട്ടില്ലെന്നായിരുന്നു പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. മതാടിസ്ഥാനത്തിൽ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയതിനെയും അത് മറയ്ക്കാൻ നടത്തിയ ശ്രമത്തെയും അതിഗൗരവത്തോടെയാണ് സർക്കാർ കണ്ടത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് കെ ഗോപാലകൃഷ്ണനെ സസ്പെൻഡ് ചെയ്തത്. ഇതാണിപ്പോൾ പിൻവലിച്ചിരിക്കുന്നത്. ലോസ് ആഞ്ചൽസിലെ കാട്ടുതീ കാലിഫോർണിയയുടെ ചരിത്രത്തിലെ ഏറ്റവും വിനാശകരമായ തീപിടുത്തമാണെന്ന് US പ്രസിഡന്റ് ജോ ബൈഡൻ. സംസ്ഥാനത്തെ സഹായിക്കുവാൻ അധിക ഫെഡറൽ ഫണ്ടുകളും വിഭവങ്ങളും അദ്ദേഹം വാഗ്ദാനം ചെയ്തു. വൈറ്റ് ഹൌസിൽ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ പ്രത്യേക യോഗം വിളിച്ചുകൂട്ടി സ്ഥിതിഗതികൾ വിലയിരുത്തി. കാലിഫോർണിയയിലെ കാട്ടുതീയെ മഹാദുരന്തമായി പ്രഖ്യാപിച്ചു. ലോസ് ആഞ്ചലസിലെ ആളുകൾ ഒരു പേടി സ്വപ്നത്തിലൂടെയാണ് ജീവിക്കുന്നതെന്നും അഗ്നിശമന സേനാംഗങ്ങളെ ഹീറോകൾ എന്ന് വാഴ്ത്തുന്നതായും ബൈഡൻ പറഞ്ഞു. കാലിഫോർണിയയിലെ ഗവർണർ ഗാവിൻ ന്യൂസോമിന്റെ അഭ്യർത്ഥന പ്രകാരം ആദ്യത്തെ 180 ദിവസത്തേക്ക് ദുരന്തത്തെ നേരിടുന്നതിനുള്ള ചെലവിന്റെ 100% സർക്കാർ വഹിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വ്യാഴാഴ്ച ഷെഡ്യൂൾ ചെയ്തിരുന്ന തന്റെ അവസാന വിദേശയാത്രയായ ഇറ്റലി സന്ദർശനം ഒഴിവാക്കിയാണ് ബൈഡൻ വാഷിംഗ്ടണിൽ തങ്ങുന്നത്. കാലിഫോർണിയയിലെ 6 ഇടത്താണ് തീ പടർന്നു പിടിച്ചത്. സാന്റാമോണിക്കയ്ക്കും മാലിബുവിനുമിടയിൽ പാലിസാഡസിലുണ്ടായ തീപിടുത്തത്തിൽ 15,000 ഏക്കറോളമാണ് കത്തിനശിച്ചത്. ഇവിടെ 1% പോലും തീ അണയ്ക്കാനായില്ല. സാൻ ഗബ്രിയൽ മലനിരകൾക്ക് കീഴെ ഈറ്റൻ മേഖലയിലായിരുന്നു രണ്ടാമത്തെ തീപിടുത്തമുണ്ടായത്. മേഖലയിൽ 10,600 ഏക്കറിലധികം തീ പടർന്നു. 1000-ലധികം കെട്ടിടങ്ങൾ നശിച്ചു. 5 പേർ കൊല്ലപ്പെട്ടത് ഈ പ്രദേശത്താണ്. നഷ്ടം $50 മില്യൺ അനുമാനം. സാൻ ഫെർണാണ്ടോയുടെ വടക്ക് ഹർസ്റ്റ് മേഖലയിലും വലിയ തീപിടുത്തമാണ് ഉണ്ടായത്. 850 ഏക്കറോളമാണ് ഇവിടെ കത്തിയമർന്നത്. വുഡ്ലി പാർക്കിനോട് ചേർന്നാണ് 4ാമത്തെ തീപിടുത്തമുണ്ടായത്. വെന്യൂറ കൗണ്ടിയിലെ ഒലിവാസിലെ തീപിടുത്തമാണ് 5ാമത്തേത്. ആക്ടൺ പ്രദേശത്തെ ലിഡിയ മേഖലയിലും തീപിടുത്തമുണ്ടായി. ഹോളിവുഡ് ഹിൽസിൽ പൊട്ടിപ്പുറപ്പെട്ട തീപിടുത്തമാണ് ഏറ്റവും ഒടുവിലേത്തത്. സെലിബ്രിറ്റികളുടെ അടക്കം വാസസ്ഥലങ്ങൾ ഇവിടെ അപകട മേഖലയിലാണ്. പല താരങ്ങളുടെയും വീടുകൾ കത്തിപ്പോയി. ചെകുത്താൻ കാറ്റെന്ന് വിളിക്കുന്ന സാന്റാന കാറ്റാണ് കാട്ടുതീകൾക്ക് പിന്നിൽ. തീ അണയ്ക്കാൻ കൂടുതൽ വെള്ളം ഉപയോഗിച്ചതോടെ ലോസ് ആഞ്ചലസിലെ കുടിവെള്ള വിതരണവും പ്രതിസന്ധിയിലായി. കേരളത്തിൽ ജിയോ ഫെൻസിംഗ് നടപ്പിലാക്കി വാഹനങ്ങളുടെ വേഗത നിരീക്ഷിക്കുമെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. KLIBF ടോക്കിൽ യുവതലമുറയും ഗതാഗത നിയമങ്ങളും എന്ന വിഷയം അവതരിപ്പിക്കുകയായിരുന്നു മന്ത്രി. വാഹനങ്ങളിൽ ബാർകോഡ് പതിപ്പിക്കുകയും റോഡിൽ പലയിടങ്ങളിലായി സ്ഥാപിക്കുന്ന ജിയോ ഫെൻസിംഗ് കടന്നുപോകുവാൻ വാഹനങ്ങൾ എടുക്കുന്ന സമയവും പരിശോധിച്ച് വേഗത കണക്കാക്കുകയും ചെയ്യും. അമിത വേഗത്തിൽ കടന്നുപോകുന്ന വാഹനങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഓരോ ഗതാഗത നിയമലംഘനത്തിനും ലൈസൻസിൽ ബ്ലാക്ക് പഞ്ചിങ് നടപ്പാക്കുന്നത് പരിഗണനയിലാണ്. നിശ്ചിത എണ്ണം ബ്ലാക്ക് പഞ്ചുകൾ വന്ന ലൈസൻസുകൾ സ്വയമേവ റദ്ദാകും.
ഇത് നടപ്പാക്കുന്നതോടെ തുടർച്ചയായ നിയമലംഘനങ്ങൾ തടയാനാകും. സ്വകാര്യ ബസ്സുകളിൽ വിദ്യാർത്ഥികൾക്കുള്ള യാത്രാ കൺസെഷനു വേണ്ടി ആപ്പ് നിലവിൽ വരും. ഏതെങ്കിലും കാരണത്താൽ ലൈസൻസ് നഷ്ടമായാൽ തിരികെ ലഭിക്കാനുള്ള നടപടികൾ എളുപ്പമാകില്ലെന്നും KB ഗണേഷ് കുമാർ പറഞ്ഞു. റോഡ് കയ്യേറി നടത്തുന്ന കച്ചവടങ്ങൾ, റോഡരികിലെ പാർക്കിംഗ് എന്നിവ കർശനമായി തടയും. ഇതിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ അംഗീകരിച്ചു കൊടുക്കാനാവില്ല. അപകടം ഒഴിവാക്കുന്നതിനായി കൊണ്ടുവരുന്ന നടപടികളെല്ലാം പ്രതിഷേധം കൊണ്ട് തകർക്കാൻ ശ്രമം നടക്കുന്നുണ്ട്. KSRTC ഡ്രൈവിംഗ് സ്കൂൾ ആരംഭിച്ചപ്പോഴും ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം കൊണ്ടുവന്നപ്പോഴും പ്രതിഷേധമുണ്ടായി. അപേക്ഷിക്കുന്നവരിൽ ഭൂരിപക്ഷവും വിജയിക്കുന്ന ടെസ്റ്റിൽ നിന്ന് ഇപ്പോൾ വിജയം 50% കുറഞ്ഞത് കാര്യക്ഷമമായ രീതിയിൽ ടെസ്റ്റ് നടത്താൻ തുടങ്ങിയപ്പോഴാണ്. ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് ഇതുവരെ KSRTCക്ക് ഫീസിനത്തിൽ ലഭിച്ച 46 ലക്ഷം രൂപയിൽ 11 ലക്ഷം രൂപ ലാഭമാണ്. അതുകൊണ്ട് തന്നെ കേൾക്കുന്നതെല്ലാം സത്യമല്ലെന്ന് പൊതുജനങ്ങളും മാധ്യമങ്ങളും മനസ്സിലാക്കണം. റോഡിലിറങ്ങുന്ന എല്ലാവർക്കും ഗതാഗത സംസ്കാരം ബാധകമാണ്. റോഡിൽ വാശിയുടെ ആവശ്യമില്ല. പരസ്പര ബഹുമാനത്തോടെ പെരുമാറാൻ തയ്യാറാകണം. ആദ്യം വാഹനവുമായി എത്തിയവരെയും കൂടുതൽ യാത്രക്കാരുള്ള വലിയ വാഹനങ്ങളെയും ആദ്യം കടന്നുപോകാൻ അനുവദിക്കണം. റോഡിലെ മുൻഗണനകൾ നിശ്ചയിക്കുന്നതിൽ നിന്ന് നമ്മളെ ഏത് സംസ്കാരമാണ് തടയുന്നത് എന്ന് സ്വയം പരിശോധിക്കണം. തുച്ഛമായ ലാഭത്തിനു വേണ്ടിയാണ് പലപ്പോഴും ബസ്സുകൾ അമിത വേഗത്തിൽ ഓടുന്നത്. ഒരു ജീവൻ പൊലിയുമ്പോൾ കുടുംബങ്ങളാണ് അനാഥമാകുന്നത്. ഡ്രൈവിംഗ് കുറ്റകൃത്യങ്ങൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യുന്നതിനായി സിവിലിയൻ ആപ്പ് യുവാക്കൾ ഉപയോഗിക്കണം. ഓരോ വ്യക്തിയും നിയമപാലകരും നിരീക്ഷകരുമായാൽ അപകടങ്ങൾ വലിയ തോതിൽ കുറയ്ക്കാനാവുമെന്ന് മന്ത്രി പറഞ്ഞു. ചോദ്യപേപ്പർ ചോർച്ചക്കേസിൽ പ്രതി ചേർക്കപ്പെട്ട MS സൊല്യൂഷൻസ് ഉടമ ഷുഹൈബിന് പിന്നാലെ അദ്ദേഹത്തിന്റെ പിതാവും ഒളിവിൽ. ഷുഹൈബിന്റെ വീട്ടിലെത്തിയ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർക്ക് പിതാവിനെ കാണുവാൻ കഴിഞ്ഞില്ല. ചോദ്യപേപ്പർ ചോർച്ച കേസിൽ പ്രതി ചേർക്കപ്പെട്ട MS സൊല്യൂഷൻസ് ഉടമ ഷുഹൈബിന്റെ വീട്ടിൽ ക്രൈംബ്രാഞ്ച് എത്തിയപ്പോൾ അടച്ചിട്ട നിലയിലാണ് ഷുഹൈബിന്റെ വീട്. ഷുഹൈബിനെ കണ്ടെത്താനായുള്ള നീക്കം പോലീസ് ഊർജിതമാക്കിയതിനിടെയാണ് പിതാവും ഒളിവിൽ പോയിരിക്കുന്നത്. മാതാവ് മറ്റൊരു വീട്ടിലേക്ക് താമസം മാറിയതായും വിവരമുണ്ട്. ഷുഹൈബിന്റെ പിതാവിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുന്നതിനായാണ് അന്വേഷണ സംഘം വീട്ടിലെത്തിയത്. വീട്ടിൽ നിന്നും മടങ്ങിയ ഉദ്യോഗസ്ഥർക്ക് ഇദ്ദേഹത്തെ ഫോണിൽ ബന്ധപ്പെടാനും ഇതുവരെ സാധിച്ചിട്ടില്ല. ഷുഹൈബിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കഴിഞ്ഞ ദിവസം കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതി തള്ളിയിരുന്നു. മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഷുഹൈബിന്റെ അഭിഭാഷകൻ ഹൈക്കോടതിയെ സമീപിക്കുമെന്നാണ് വിവരം. MS സൊല്യൂഷൻസിലെ 2 ജീവനക്കാർക്ക് ചോദ്യം ചെയ്യലിന് നോട്ടീസ് നൽകിയെങ്കിലും അവരും ഇതുവരെ ഹാജരായിട്ടില്ല. ഇവരെ കണ്ടെത്താനുള്ള നീക്കവും നടക്കുന്നുണ്ട്. ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടന്നേക്കും. ഷുഹൈബ് ഉൾപ്പെടെയുള്ളവർ ഒളിവിലാണ്. ഷുഹൈബിനെതിരെ തിരച്ചിൽ നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. വഞ്ചന, തട്ടിപ്പ്, ക്രിമിനൽ ഗൂഢാലോചന അടക്കമുള്ള വകുപ്പുകളാണ് ഷുഹൈബിനെതിരെ ക്രൈംബ്രാഞ്ച് ചുമത്തിയിരിക്കുന്നത്. പൊതുവിദ്യാലയങ്ങളിലെ പരീക്ഷയുടെ വിശ്വാസ്യത തകർക്കുന്ന തരത്തിൽ ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ ചോദ്യക്കടലാസുകൾ ഓൺലൈൻ സ്ഥാപനങ്ങൾക്ക് ചോർത്തി കൊടുക്കുന്ന ഒരു റാക്കറ്റ് പ്രവർത്തിക്കുന്നതായി സംശയിക്കുന്നുണ്ടെന്നും പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. കോടതി നിർദ്ദേശമനുസരിച്ച് അധിക റിപ്പോർട്ടും ക്രൈംബ്രാഞ്ച് കോടതിയിൽ സമർപ്പിച്ചിരുന്നു. റിപ്പോർട്ടുകൾ വിശദമായി പരിശോധിച്ച ശേഷമാണ് കോടതി ജാമ്യാപേക്ഷ തള്ളിയത്. നടി ഹണി റോസിനെതിരെ ലൈംഗിക അധിക്ഷേപ പരാമർശം നടത്തിയതിന് റിമാൻഡിലായ വ്യവസായി ബോബി ചെമ്മണ്ണൂർ ജയിലിൽ തുടരും. ജാമ്യ ഹർജി പരിഗണിക്കുന്നത് ചൊവ്വാഴ്ചത്തേക്ക് മാറ്റി. എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജാമ്യം നിഷേധിച്ചതോടെയാണ് ഹൈക്കോടതിയിൽ ബോബി ചെമ്മണ്ണൂർ ജാമ്യാപേക്ഷ നൽകിയത്. നടിയോട് മോശമായി പെരുമാറിയിട്ടില്ല, തനിക്കെതിരെ ആരോപിച്ചിരിക്കുന്ന കുറ്റങ്ങൾ നിലനിൽക്കുന്നതല്ലെന്നും മജിസ്ട്രേറ്റ് കോടതി താൻ ഹാജരാക്കിയ രേഖകൾ കൃത്യമായി പരിശോധിച്ചില്ലെന്നും ബോബി ചെമ്മണ്ണൂർ കോടതിയെ അറിയിച്ചു. എന്നാൽ അടിയന്തരമായി ഹർജി പരിഗണിക്കേണ്ട എന്ത് സാഹചര്യമാണുള്ളതെന്ന് ചോദിച്ച ഹൈക്കോടതി പൊതുവിടത്തിൽ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്നും ആരാഞ്ഞു. സമാന പരാമർശങ്ങൾ ഇനി ആവർത്തിക്കില്ലെന്ന് ബോബി ചെമ്മണ്ണൂർ ഉറപ്പ് നൽകാമെന്ന് അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. മറുപടി പറയാൻ സർക്കാരിനെ സമയം നൽകിയ കോടതി ഹർജി പരിഗണിക്കുന്നത് ചൊവ്വാഴ്ചത്തേക്ക് മാറ്റി. കീഴ്ക്കോടതിയിൽ ഉന്നയിച്ച അതേ വാദങ്ങൾ തന്നെയാണ് ബോബിയുടെ അഭിഭാഷകൻ ഹൈക്കോടതിയിലും ഉന്നയിച്ചത്. ബോബിക്കെതിരെയുള്ളത് ഹണി റോസ് കെട്ടിച്ചമച്ച കഥയനുസരിച്ച് തയ്യാറാക്കിയ കേസെന്നും നടി വേട്ടയാടുകയാണെന്നും അഭിഭാഷകൻ പറഞ്ഞു. പരാതിക്കാധാരമായ സംഭവത്തിന്റെ ദൃശ്യങ്ങൾ നടി തന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അന്ന് നടി തന്നെ പുകഴ്ത്തി സംസാരിച്ചു. ഇതിന് ദൃശ്യങ്ങൾ തന്നെ തെളിവുണ്ടെന്നും ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതിയിൽ വാദമുയർന്നു. പോലീസിന്റെ അറസ്റ്റ് നടപടി നിയമവിരുദ്ധമെന്ന് അഭിഭാഷകൻ പറഞ്ഞു. തന്നെ തടഞ്ഞുവെച്ചത് യൂണിഫോമില്ലാതെ എത്തിയ ഒരു സംഘം ആളുകളാണെന്നും 24 മണിക്കൂറിലധികം സമയം
തന്നെ നിയമവിരുദ്ധമായി കസ്റ്റഡിയിൽ വെച്ചുവെന്നും പ്രതിഭാഗം വാദിച്ചു. പരാതിക്കാരിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയ മജിസ്ട്രേറ്റ് ആണ് ജാമ്യാപേക്ഷയിൽ വാദം കേട്ടതെന്നും ഇത് നടപടിക്രമങ്ങൾക്ക് വിരുദ്ധമെന്നും വാദിച്ച് ജാമ്യം നിഷേധിച്ച മജിസ്ട്രേറ്റ് കോടതിക്കെതിരെ ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകൻ രംഗത്തുവന്നു. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്ക് മുന്നിൽ കീഴടങ്ങിയ 6 നക്സലുകളെ വ്യാഴാഴ്ച ബംഗളൂരുവിലെ NIA പ്രത്യേക കോടതി ജനുവരി 30 വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. മടിവാളയിലെ ടെക്നിക്കൽ സെല്ലിൽ ചിക്കമംഗളൂരു പോലീസിന് മുമ്പാകെയാണ് മൊഴി രേഖപ്പെടുത്തിയത്. കീഴടങ്ങിയ നക്സലുകളായ ചിക്കമംഗളൂരു സ്വദേശി ലത മുണ്ടഗാരു, ദക്ഷിണ കന്നഡയിൽ നിന്നുള്ള സുന്ദരി കുട്ലൂർ, ചിക്കമംഗളൂരു സ്വദേശി വനജാക്ഷി ബലെഹോളൂർ, റായ്ചൂരിൽ നിന്നുള്ള മാരപ്പി അരോളി, വയനാട് സ്വദേശി ജിഷ, തമിഴ്നാട് വെല്ലൂരിൽ നിന്നുള്ള വസന്ത് എന്നിവരെ ബംഗളൂരു പരപ്പനാഗ്രഹാരയിലെ സെൻട്രൽ ജയിലിൽ പാർപ്പിക്കും. അതേസമയം നക്സലുകൾ മുഖ്യമന്ത്രിക്ക് മുന്നിൽ കീഴടങ്ങിയതിനെ ചൊല്ലി ഭരണകക്ഷിയായ കോൺഗ്രസും BJPയും തമ്മിൽ വാക്പോരുണ്ടായി. മുഖ്യമന്ത്രിയുടെ ഓഫീസ് നക്സൽ അനുഭാവികളുടെ നിയന്ത്രണത്തിലാണെന്ന് BJP ആരോപിച്ചു. മാവോവാദികളുടെ കീഴടങ്ങലിന് മധ്യസ്ഥത വഹിച്ചത് ശാന്തികാഗി നാഗരിക വേദിക ആയിരുന്നു. കീഴടങ്ങലിനെയും പുനരധിവാസ പാക്കേജിനെയും പരിഹസിച്ച BJP MLA സുനിൽ കുമാർ ഇത് ഫോറസ്റ്റ് നക്സലുകളെ അർബൻ നക്സലുകളാക്കി മാറ്റുന്ന പാക്കേജാണെന്ന് പരിഹസിച്ചു. കീഴടങ്ങാൻ മുഖ്യമന്ത്രി ആഹ്വാനം ചെയ്ത് 1 മാസത്തിനകമാണ് നക്സലുകൾ പ്രതികരിച്ചത്. നക്സൽ നേതാവ് വിക്രം ഗൌണ്ടയുടെ ഏറ്റുമുട്ടലിലും 6 നക്സലുകളുടെ കീഴടങ്ങലിലും BJP ദേശീയ ജനറൽ സെക്രട്ടറി BL സന്തോഷ് സംശയം പ്രകടിപ്പിച്ചു. അക്രമത്തിന്റെ പാത ഉപേക്ഷിച്ച് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ചേരാൻ ആഗ്രഹിക്കുന്ന നക്സൽ പ്രവർത്തകരെ സ്വാഗതം ചെയ്യുന്നതായി മുഖ്യമന്ത്രി നേരത്തെ വാർത്താക്കുറിപ്പിൽ പറഞ്ഞു. കഴിഞ്ഞ മാസം ഛത്തീസ്ഗഡിൽ കീഴടങ്ങിയ 30 നക്സലുകളെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നേരിട്ട് സ്വീകരിച്ചപ്പോൾ ഞെട്ടിയില്ലേയെന്ന് സുനിൽകുമാറിനെ വിമർശിച്ച് സിദ്ധരാമയ്യ പറഞ്ഞു. കഴിഞ്ഞ വർഷം കീഴടങ്ങിയ നക്സൽ ദമ്പതികൾക്ക് മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് 41 ലക്ഷം രൂപ സഹായമായി നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം സുനിൽകുമാറിനെ ഓർമ്മിപ്പിച്ചു. ഇതോടെ ഗുഡ്നസ് ഈവനിംഗ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ന്യൂസ് ചാനൽ സന്ദർശിക്കുക. നന്ദി.